ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. കേരള സിലബസിലെ 5th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ മെഷർമെന്റ്സ് ഗിവൻ ബിലോ. മെഷർമെന്റിനെ കുറിച്ച് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. If 1 centimeter is divided into 10 equal parts, what is the length of one part? നമുക്ക് ഒരു സെന്റിമീറ്റർ ആയാലും നമ്മൾ സ്കെയിലൊക്കെ മെഷർ ചെയ്യാറുണ്ട്. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ചിത്രത്തിൽ നോക്കി നോക്കൂ, ഇതാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ? 0 മുതൽ 1 വരെ, അതേപോലെ തന്നെ 1 മുതൽ 2 വരെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? ഓരോ സെന്റിമീറ്റർ ആണ്. ഈ 1 സെന്റിമീറ്റർ നമ്മൾ എടുക്കുമ്പോൾ സ്കെയിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഇടയിൽ കുഞ്ഞേ ചെറിയ ചെറിയ പാർട്സ് ഉണ്ട് അല്ലെ? അത് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ടാവും. അതൊന്ന് എണ്ണി നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച യൂണിറ്റ് ഒക്കെ നമുക്കൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ചു 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 mm ആണ്, മില്ലിമീറ്റർ ആണ് അല്ലെ? ഈ മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് ഈ 0 to 1 ഇടയിൽ കിടക്കുന്നത്. അപ്പോൾ ഈ 0 to 1 ഇടയിൽ ചെറിയ ചെറിയ പാർട്സ് കാണാല്ലേ? അത് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ആ 10 കുഞ്ഞി ഭാഗം അതൊക്കെ എന്താണ്? MM ആണ്. ആ ഒരു 10 MM കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 1 സെന്റിമീറ്റർ ആവുക. അപ്പൊ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 mm ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാണ്ട് ദിസ് ഇസ് 1 സെന്റിമീറ്റർ. അതിലെ ചെറിയ ചെറിയ പാർട്സ് ആണ് എന്ത്? 10 mm എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? 1 സെന്റിമീറ്ററിനെ 10 ഒരേപോലെ ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പാർട്ട്? അപ്പൊ അതിലെ ഒരു ഭാഗത്തിന് നമുക്ക് എങ്ങനെ പറയാം? 1 മില്ലിമീറ്റർ എന്ന് പറയാം അല്ലെ? 1 മില്ലിമീറ്റർ എന്ന് പറയാം അല്ലെ? 1 2 ആണെങ്കിലോ 2 mm, 3 ആണെങ്കിൽ 3 mm, 6 ആണെങ്കിൽ 6 mm. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? 1 പാർട്ട് എത്രയാണ്? അപ്പൊ 1 പാർട്ട് എന്തായിരിക്കും? ജസ്റ്റ് 1 mm. അപ്പൊ ആൻസർ എന്തായിരിക്കും? 1 millimeter. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. How many millimeters are there in 8 centimeter and 7 millimeter? 8 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണെങ്കിൽ നമുക്ക് ടോട്ടൽ അതിനെ മില്ലിമീറ്ററിൽ ആക്കി എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു അല്ലെ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 8 × 10 80 mm ആവുമല്ലോ, ആവില്ലേ? പ്ലസ് ഇവിടെ ഓൾറെഡി 7 mm തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര mm കിട്ടി? 80 mm പ്ലസ് 7 mm, ടോട്ടൽ 87 mm കിട്ടി. എത്ര മില്ലിമീറ്റർ ഉണ്ട്? 87 മില്ലിമീറ്റർ ഉണ്ട്. ഓക്കെ, കാരണം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. സോ 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 മില്ലിമീറ്റർ ആയി. പിന്നെ ഒരു 7 മില്ലിമീറ്ററും കൂടി ഉണ്ട്. സോ 80 മില്ലിമീറ്ററും 7 മില്ലിമീറ്ററും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 87 മില്ലിമീറ്റർ കിട്ടും. ഇനി അടുത്ത ചോദ്യം. റൈറ്റ് 4 മില്ലിമീറ്റർ ഇൻ സെന്റിമീറ്റർ. അപ്പോ 4 മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിൽ എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടില്ലേ, കുഞ്ഞു പാർട്സ് ആണ് നമ്മളെ മില്ലിമീറ്റർ. അതിൽ നമ്മൾ 4 എണ്ണം 1 2 3 4 ഈ 4 എണ്ണം എടുത്തു എന്ന് വിചാരിക്കാം. അതിനെനിക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, സെന്റിമീറ്റർ ആക്കിയിട്ട് എഴുതണം. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm ആണ്. അപ്പൊ 1 mm എന്ന് പറഞ്ഞാൽ 1 mm എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1/10 അല്ലെ? 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 എന്ത്? സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് നമ്മളോട് എന്താ ചോദിക്കും? 4 മില്ലിമീറ്റർ എത്രയാണെന്ന്. അപ്പൊ 4 മില്ലിമീറ്റർ ആണെങ്കിൽ എത്ര മില്ലിമീറ്റർ? mm ആണ്. മില്ലിമീറ്റർ ആണെങ്കിൽ എത്ര സെന്റിമീറ്റർ ആയി? 4/10 സെന്റിമീറ്റർ. കാരണം 4 ഭാഗമല്ലേ, നമ്മൾ മൊത്തം സെന്റിമീറ്ററിന്റെ 4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മൊത്തം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര mm ആണ്? 10 mm ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിനെ എന്തിൽ കൺവേർട്ട് ചെയ്യാനാണ്? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പൊ 4/10, 10ൽ 4 ഭാഗമാണ്
4 മില്ലിമീറ്റർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മില്ലിമീറ്റർ ആണ് നമുക്കറിയാം സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10ൽ 1 ഭാഗം. ഇവിടെ 4 ആണ് ചോദിക്കുന്നത്. അപ്പോൾ 10ൽ 4 ഭാഗം 14/10. ഇതിനെ 4/10 എന്നും എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? താഴെ ഒരു 0 ആണെങ്കിൽ ദശാംശ സംഖ്യ എഴുതുകയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞാൽ ഒരു സംഖ്യ ഏത് വേണമെങ്കിലും എഴുതാം. 4/10 എഴുതിയാലും കറക്റ്റ് ആണ്. 0.4 എഴുതിയാലും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗം ഡി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് എ മീറ്റർ? ഇപ്പൊ ചോദിച്ചിരിക്കുന്ന 4 മില്ലിമീറ്ററിൽ എത്ര സെന്റിമീറ്റർ ഉണ്ടാകും? ഇവിടെ പറയുന്നത് ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് എ മീറ്റർ. അപ്പൊ ഒരു മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ് നമ്മൾ പഠിച്ചു അല്ലെ? എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഇത് ഇപ്പൊ ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് 1 സെന്റിമീറ്റർ, പിന്നെയും 1 സെന്റിമീറ്റർ, അപ്പൊ 2 സെന്റിമീറ്റർ, അങ്ങനെ 100 സെന്റിമീറ്റർ ആവുമ്പോഴാണ് അത് എന്തായി മാറുക? ഒരു മീറ്റർ ആയി മാറുക. അപ്പൊ ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. ഇവിടെ ചോദ്യം എന്താണ്? ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് എ മീറ്റർ. അപ്പോ ഒരു ഭാഗം എത്ര ആയിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പോ അതിനെ നമുക്ക് സെന്റിമീറ്റർക്ക് കൺവേർട്ട് ആണെങ്കിൽ 1 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 1/100 പാർട്ട് ഓഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1 സെന്റിമീറ്റർ അല്ലെ? കാരണം എന്താണ്? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോ നമുക്ക് ഇവിടെ മീറ്ററിന്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് എ മീറ്റർ. 100ൽ 1 ഭാഗം പറയുമ്പോൾ എത്ര സെന്റിമീറ്റർ ആയി? 1 സെന്റിമീറ്റർ ആയി അല്ലേ? അങ്ങനെ 1, 2, 3 നോക്കി 100 സെന്റിമീറ്റർ വരുമ്പോഴല്ലേ ഒരു മീറ്റർ വരിക. അപ്പോ 1/100 എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയി? 1 സെന്റിമീറ്റർ. ഇനി ഈ പാർട്ട് 213/100 മീറ്റർ. ഇവിടെ നമ്മൾ കണ്ടു അല്ലെ? 100ൽ 1 എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 1 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 213/100 മീറ്ററിനെ ഇതിനെ സെന്റിമീറ്റർക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതവിടെ നിൽക്കട്ടെ. 2 മീറ്ററും 13/100 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ ആയല്ലോ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ പ്ലസ് 13/100 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? ഇപ്പൊ നമ്മളിവിടെ കണ്ടു അല്ലെ? 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. 1/100 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതേപോലെ തന്നെ 13/100 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 13 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 213 സെന്റിമീറ്ററിന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് യൂണിറ്റ് നന്നായിട്ട് അറിഞ്ഞാൽ നല്ലപോലെ ചെയ്ത് പഠിക്കാം. അപ്പോൾ 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്, അതേപോലെ തന്നെ 1 സെന്റിമീറ്റർ എത്ര mm ആയിരിക്കും, അല്ലെങ്കിൽ 1 mm എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമായിരിക്കും സെന്റിമീറ്റർ, ഇതൊക്കെ നന്നായിട്ട് കൃത്യമായിട്ടൊന്ന് എഴുതി പഠിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2 എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.